ഇനിയാണ് ഈ പ്രദേശത്തെ ആനകളിലെ ഹീറോയുടെ എൻട്രി. ആ വരുന്നതാണ് ഏഴാറ്റുമുഖം ഗണപതി. കണ്ടോളൂ. ചെറുപ്പക്കാരനാണ് ഗണപതി. വയസ്സ് 35. കൊമ്പനാനകളുടെ അലങ്കാരമായ തലയെടുപ്പോ ഒത്ത കൊമ്പുകളോ ഒന്നുമില്ലെങ്കിലും ഈ ഗ്രാമത്തിന് പ്രിയപ്പെട്ടവനാണ് ഗണപതി. അതിനൊരു കാരണവുമുണ്ട്. കാട്ടാനയാണെങ്കിലും ഏഴാറ്റുമുഖം ഗണപതി ഇന്നുവരെ മനുഷ്യരെ ഉപദ്രവിച്ചിട്ടില്ല. ഗണപതിക്ക് മേൽ ആകെ ആരോപിക്കുന്ന കുറ്റം എണ്ണപ്പന മറച്ചിടൽ മാത്രമാണ്. എണ്ണപ്പനയ്ക്കുള്ളിലെ നീരിന്റെ രുചി അവന് അത്രയ്ക്കങ്ങ് പിടിച്ചു കഴിഞ്ഞു. അങ്ങനെ തീറ്റയൊക്കെ കഴിഞ്ഞ് വയറ് നിറഞ്ഞതോടെ പയ്യെ നടത്തം തുടങ്ങി. നല്ല ചൂടാണ്. ഗണപതി ഇപ്പോൾ ഇറങ്ങിപ്പോയിരിക്കുന്നത് ഈ പുഴയിലേക്കാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പുറകെ പോയി നോക്കാം. ചിലപ്പോൾ നല്ല ഗംഭീര ഒരു കുളിസീൻ കിട്ടും. അപ്പോൾ നമ്മളൊരു സേഫ് ഡിസ്റ്റൻസ് എടുക്കണമെന്നേ ഉള്ളൂ. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. വാ. തുമ്പിക്കൈയിൽ വെള്ളമെടുത്ത് ദാഹം തീർത്തു. പിന്നെ ഒറ്റ മറിച്ചിലാണ്. വെള്ളത്തിൽ മുങ്ങിയും പൊങ്ങിയും ആസ്വദിച്ചൊരു കുളി. ഗണപതി കുളി മതിയാക്കിയതോടെ മറുകരയിൽ ദാ മറ്റൊരു കൊമ്പൻ. അവന്റെ കൂടെയുമുണ്ട് 3 ആനകൾ വേറെ. ഗണപതിയുടെ കുളി കാണാൻ വന്ന എനിക്കിപ്പോ ലോട്ടറി അടിച്ചതുപോലെയായി. കുളി കഴിയുന്ന മുറയ്ക്ക് ഓരോരുത്തരായി കരയിലേക്ക് കയറി തുടങ്ങി. പൂഴിമണ്ണ് വാരിപ്പൂശി ശരീരം വീണ്ടും തണുപ്പിച്ചു. എല്ലാവരും കരയിലേക്ക് കയറിയതോടെ കൂട്ടത്തിലെ സീനിയർ കൊമ്പന്റെ വക സിഗ്നൽ. പിന്നെ വൈകിയില്ല. കൂട്ടത്തോടെ എല്ലാവരും കാട് കയറി. എങ്ങും മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ അതിരൂക്ഷമാകുന്ന ഈ സമയത്ത് വെറ്റിലപ്പാറയിലെ ജനങ്ങളും കാട്ടാനകളും പരസ്പരം ശല്യം ചെയ്യാതെയുള്ള അതിജീവനം അതിനിയും അങ്ങനെ തന്നെ തുടരട്ടെ. ഈ കാഴ്ചകൾ പകർത്താൻ ഒപ്പം നടന്ന
വിനീഷ് പറവൂരിനൊപ്പം ബിനു തോമസ്, ക്യാമറമാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.